വല്ല അത്താഴപ്പട്ടിണി കള്ളന്മാരായിരുന്നെങ്കിൽ കേരള പോലീസ് എന്ത് ജാഗ്രതയോടെ പൊക്കിയേനെ എന്നേ. ഇവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിട്ട് കൂടി പപ്പനിലും വാസലും തട്ടി നിൽക്കുകയാണ്. ബാക്കി വള്ളക്കാരെ പറ്റി ഒരു സൂചന പോലുമില്ല. കുടംപുളിയും ദൈവതുല്യനും ഒക്കെ കളത്തിന് പുറത്താണ് ഇന്നും. ശബരിമലയിലെ അവസ്ഥ ഇതാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, വൈക്കം, ഏറ്റുമാനൂർ, ആറന്മുള ഇവിടങ്ങളിൽ നിന്ന് എത്രമാത്രമായിരിക്കും കടത്തിയിട്ടുണ്ടാവുക? അത്യാവശ്യമായിട്ട് എത്രയും പെട്ടെന്നൊരു ഓഡിറ്റ് അത്യാവശ്യമാണ്. ഓഡിറ്റിങ് നടത്തിക്കഴിഞ്ഞാൽ ബാക്കി വല്ലതും ഉള്ളത് അതിനെക്കുറിച്ചെങ്കിലും ഒരു സൂചന കിട്ടും. അല്ല, അവിടെ ഈ ദേവപ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. ദേവപ്രശ്നത്തിൽ കൂടെ അവിടെ നിന്ന് ഒളിച്ചു കടത്തിയൊക്കെ അറിയേണ്ടതല്ലേ? പിന്നെ എന്താണ് ദേവപ്രശ്നത്തെ അറിയുന്നത്? ദേവൻ്റെ കോപത്തിന് പാത്രീഭൂതമാവുമ്പോഴാണല്ലോ ദേവൻ അത് ഈ ദൈവജ്ഞനിലൂടെ വിളിച്ചു പറയുക. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവിടെ ഇന്നൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ സ്വത്തുക്കളെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ഒരുപിടി കൊള്ളസംഘം പറയേണ്ടതല്ലേ? അപ്പോൾ ഇതും ഒരു ഉഡായിപ്പാണ്. തന്ത്രി ഈ ദേവസ്വം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ നടത്തുന്ന മറ്റൊരു കസർത്ത്. ശബരിമല എന്ന് മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭക്തി ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപിടി മാഫിയ തഴച്ചു കൊഴുത്തു വളരുന്നു. അവർക്ക് വീണ്ടും വീണ്ടും ഈ ഭക്തന്മാരെ കൊണ്ടു കൊടുക്കുന്നു. എന്തല്ലേ?